ഈ ലോക ജീവിതത്തിൽ നമുക്കാവശ്യമുള്ളതൊക്കെയും കരുതി നമുക്ക് പകർന്നു തരുന്ന ദൈവസ്നേഹത്തെ ധ്യാനിക്കുവാൻ ഈ പുതിയ ദിവസം നമുക്ക് ഇടയാക്കേണ്ടതിനായി ദൈവകരുണയ്ക്കായി നമുക്ക് യാചിക്കാം. അവൻ്റെ പ്രവൃത്തികൾ എത്ര വലിയതാണ്! അവയെ ധ്യാനിച്ചാൽ, അവയെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ ആർക്ക് സാധിക്കും? ദൈവവചനം നമ്മെ ഓരോന്നോരോന്നായി പടിപടിയായി മനസ്സിലാക്കി തരികയാണ്. 147 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു. 13 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ നിൻ്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിൻ്റെ അകത്ത് നിൻ്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഒന്നുകൂടെ വായിക്കട്ടെ. അവൻ നിൻ്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിൻ്റെ അകത്ത് നിൻ്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ജീവിതത്തിൽ ഉയർച്ച തേടി, അഭിവൃദ്ധി തേടി പരക്കം പായുന്ന ഒരു ജനസമൂഹത്തെയാണ് നാം കാണുന്നത്. എവിടെയും സംതൃപ്തി കാണുന്നില്ല. ദൈവത്തിൻ്റെ പരിപാലന അത് നാം ആയിരിക്കുന്ന ഇടത്ത് ദൈവം പകർന്നു തരുന്നു. ദൈവത്തിൻ്റെ പരിപാലനയെ നാം ഓർക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ എത്ര അതിശയമായിട്ടാകുന്നു. അവൻ നമ്മെ സൃഷ്ടിച്ചതും മെനഞ്ഞതും മെടഞ്ഞതും പരിപാലിക്കുന്നതും ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മ അത് ഭയങ്കരവും അതിശയവുമാണ്. വേണ്ടും പോലെ ഗ്രഹിക്കുവാൻ ഇന്നും ശാസ്ത്രത്തിന് കഴിയാത്ത ഒരു കാര്യമത്രേ അത്. എത്ര വിദഗ്ധരായ ഡോക്ടറുടെ അടുത്ത് ചെന്നാലും സുഖപ്പെടുവാൻ സാധ്യതയില്ലാത്ത അസുഖങ്ങൾ ഇന്നും അവശേഷിക്കുന്നു. ശാസ്ത്രം എത്ര കണ്ട് വളർന്നു എന്ന് വന്നാലും ഇന്നും ദൈവശക്തിയുടെ മുൻപാകെ, ദൈവപരിപാലനയുടെ മുൻപാകെ ശാസ്ത്രം മുട്ടുമടക്കുന്ന കാഴ്ച എത്രയും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ നാം ആശ്വസിക്കും, എല്ലാം ദൈവവിധി പോലെ ആകട്ടെ. അവസാനം നാം നമ്മെ തന്നെ ആശ്വസിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ. അതുവരെ നമ്മുടെ കഴിവുകൾ, നമ്മുടെ അറിവുകൾ, നമ്മുടെ സാധ്യതകൾ എല്ലാം അത് വിജയമായി തീരും. മറ്റുള്ളവരെക്കുറിച്ച് കരുതാതെ സ്വന്തം കാര്യം മാത്രം നോക്കി കാര്യങ്ങൾ നേടുവാനുള്ള പരക്കം പാച്ചിലാണ് നമ്മുടെ ജീവിതത്തിൽ നാം അനുവർത്തിക്കുന്നത്. എന്നാൽ മിണ്ടാതിരുന്ന് ശാന്തമായിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ദൈവവചനം നമ്മൾ പഠിപ്പിക്കുകയാണ്. മിണ്ടാതിരുന്നു ഞാൻ ദൈവമെന്ന് അറിയുക. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുന്നില്ല. ദൈവത്തിൻ്റെ പരിപാലനത്തിൽ ദൈവത്തിന് തെറ്റുപറ്റുന്നില്ല. അത് ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ ബുദ്ധിയാണ് വലുത് എന്ന് കരുതി നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനായി, ഐശ്വര്യത്തിനായി അവിടെയും ഇവിടെയും അലഞ്ഞു നടന്ന് ആയുസ് പാഴാക്കിക്കളയുന്ന അനുഭവമാണ് പലപ്പോഴും നമുക്ക് നേരിടുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പരിപാലനയെ ദൈവവചനം പഠിപ്പിച്ചു തരികയാണ്. 147 സങ്കീർത്തനം 13 വാക്യത്തിൽ പറയുകയാണ്: അവൻ നിൻ്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിൻ്റെ അകത്ത് നിൻ്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആരാണ് ഓടാമ്പലുകളെ ഉറപ്പിക്കുന്നത്? വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിക്കുന്നവൻ ദൈവമാണ്.
അവൻ അവൻ നമ്മുടെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ചിട്ട് നിൻ്റെ അകത്ത് നിൻ്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കും എന്നല്ല, അനുഗ്രഹിച്ചേക്കും എന്നല്ല, അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ സത്യം കാണുവാൻ നമ്മുടെ കണ്ണുകൾ പ്രകാശിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. ദൈവത്തിൻ്റെ ഈ പരിപാലന മനസ്സിലാക്കുവാൻ നാം സൃഷ്ടിയുടെ ആരംഭം മുതൽ ഉള്ള കാര്യങ്ങൾ നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എപ്പോഴാണ്? മനുഷ്യന് വേണ്ട എല്ലാ വിഭവങ്ങളും ഭൂമിയിൽ സൃഷ്ടിച്ച ശേഷമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അവനെ ഏതൻ തോട്ടത്തിലാക്കി തോട്ടം പരിപാലിക്കുവാൻ അവനെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഇന്നും നമ്മുടെ ദൈവം സൃഷ്ടിയുടെ ദൈവമാണ്. ഇന്ന് നമുക്ക് സൃഷ്ടിച്ച് തരുന്നത് നാം പാപം മൂലം തെറ്റിപ്പോകുമ്പോൾ പുതിയ ഹൃദയം, നിർമ്മലമായ ഹൃദയം സൃഷ്ടിക്കപ്പെട്ടവരായി ഈ ലോകത്തിൽ ദൈവമക്കളെന്ന സാക്ഷ്യത്തോടെ ജീവിക്കുവാൻ ദൈവം നമുക്ക് പുതിയ ഹൃദയവും പുതിയ ജീവിത ശൈലിയും പുതിയ പ്രത്യാശയും പകർന്നു തരുന്നു. ദൈവത്തിൻ്റെ പരിപാലനയുടെ ഉറപ്പ് നമ്മുടെ ഭവനത്തിനകത്ത് തന്നെ ദൈവം പ്രദാനം ചെയ്യുന്നു. ഭവനത്തിലുള്ള തമ്മിലുള്ള കൂട്ടായ്മയിൽ, ഭവനത്തിൽ ഒരേ ഭക്ഷണം കഴിക്കുന്നതിൽ കൂടെ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിൽ കൂടെ, തമ്മിലുള്ള ബന്ധം ക്ഷമയിലൂടെയും സഹകരണത്തിലൂടെയും സഹനത്തിലൂടെയും കാത്തു സൂക്ഷിക്കുന്നതിൽ കൂടെ ദൈവസാന്നിധ്യം നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ ഭവനങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ ഭവനത്തിൽ ദൈവ സാന്നിധ്യമുണ്ടോ? നമ്മുടെ ഭവനത്തിൻ്റെ നായകൻ ദൈവമാണോ? നമ്മുടെ ഭവനത്തിൻ്റെ കാര്യങ്ങളെ നിലനിർത്തുവാൻ, പരിപാലിക്കുവാൻ, പോറ്റുവാൻ ദൈവം ശക്തനാണ്. എത്ര അർത്ഥവത്തായ ഒരു വാക്യമാണ്, ആഴത്തിലുള്ളൊരു സന്ദേശമാണ് 147 സങ്കീർത്തനം 13 വാക്യം നമുക്ക് പകർന്നു തരുന്നത്. നിൻ്റെ ഓടാമ്പലുകളെ അവൻ ഉറപ്പിക്കുന്നു. ഉറപ്പിച്ച ശേഷം നിൻ്റെ അകത്ത് നിൻ്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിൻ്റെ അകത്ത് നിൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്ന അനുഭവം. ഏതാണ്ട് സമാനമായൊരു അനുഭവം നമ്മൾ എലീശ പ്രവാചകൻ്റെ കാലത്ത് കാണുന്നുണ്ട്. ഒരു വിധവയായൊരു സ്ത്രീ എലീശ പ്രവാചകൻ്റെ അടുത്ത് ചെന്ന് സങ്കടം പറയുക. തൻ്റെ മക്കളെ കടക്കാർ വന്ന് പിടിച്ചുകൊണ്ടു പോകുന്നു. കാരണം ഭർത്താവ് നഷ്ടപ്പെട്ടുപോയി, മരിച്ചുപോയി. ആ സഹോദരിയുടെ സാക്ഷ്യത്തിൽ ഒരു വാക്യം ആ സഹോദരി പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. നിൻ്റെ ദാസനായ എൻ്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു. യഹോവ ഭക്തനായ മനുഷ്യൻ്റെ മക്കൾ അലഞ്ഞു പോകുവാൻ ദൈവം ഇടയാക്കുകയില്ല. ആ സ്ത്രീക്ക് തൻ്റെ സങ്കടത്തിൻ്റെ പരിഹാരമായി ദൈവം പ്രവാചകനെ കൂടി കൊടുത്ത സന്ദേശം അവളുടെ ഭവനത്തിലുള്ള എണ്ണ അയൽപക്കങ്ങളിൽ നിന്നും പാത്രങ്ങൾ വാങ്ങി ആ ഭവനത്തിൽ സൂക്ഷിച്ച് ഭവനത്തിൽ അമ്മയും മക്കളും കടന്നു കയറി അവിടെ കതക് അടച്ച ശേഷം എണ്ണ പകരുക. എത്ര പാത്രമുണ്ടായിരുന്നുവോ അത്രയും പാത്രങ്ങളിൽ
എണ്ണ നിറയ്ക്കുവാനായിട്ട് സാധിച്ചു. അത് വിറ്റ് കടങ്ങൾ പരിഹരിച്ച് അവർ സുഖമായി ജീവിച്ചു എന്ന് നാം പഠിക്കുന്നു. സമാനമായ സന്ദേശമാണ് ഇവിടെയും തരുന്നത്. ഇന്നും ജീവിക്കുന്ന ദൈവം ഭവനത്തിലുള്ള അംഗങ്ങളുടെ തമ്മിലുള്ള സ്നേഹവും അനുസരണയും പ്രതിബദ്ധതയും തമ്മിലുള്ള കടമകളെ നിർവഹിക്കുന്നതിനുള്ള ആഹ്വാനവും ഒത്തൊരുമയും എല്ലാം കൂടെ ചേരുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ആ ഭവനത്തിൽ വന്നു നിറയും. ദൈവം നിൻ്റെ ഭവനത്തിൻ്റെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിൻ്റെ അകത്ത് നിൻ്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അത് ഓൾറെഡി ദൈവം ചെയ്ത കാര്യമാണ്. ദൈവം ചെയ്തിരിക്കുന്ന ആ അനുഗ്രഹത്തെ അത് പ്രാപിക്കുവാൻ നാം ഒരുക്കമല്ല. കാരണം നമ്മുടെ അവിശ്വാസവും അവിവേകവുമാണ്. എൻ്റെ കാര്യം ഞാനല്ലാതെ പിന്നെ ആരാണ് നോക്കുന്നത്? ഞാനിവിടെ നിന്നാൽ എനിക്ക് ശരിയാകത്തില്ല. നാം ഓർക്കേണ്ടത് ദൈവത്തിന് മുഖപക്ഷം ഇല്ല. മുഖപക്ഷം ഇല്ലാത്ത ദൈവം എല്ലായിടത്തുമുള്ള എല്ലാ ജനങ്ങളെയും ഒരേപോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു. നിൻ്റെ ഭവനത്തിലുള്ള കൂട്ടായ്മ, നിൻ്റെ ഭവനത്തിലുള്ള സ്നേഹം, നിൻ്റെ ഭവനത്തിലുള്ള ഒത്തൊരുമ നിൻ്റെ ഭവനത്തെ ദൈവ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നു എന്നുള്ള സത്യം നാം ഓർക്കാം. പുതിയ ദിവസം നമ്മുടെ ഭവനത്തിൽ ഐക്യതയും സ്നേഹവും സാഹോദര്യവും തമ്മിലുള്ള പ്രതിബദ്ധതയും ഓരോരുത്തരും പരസ്പരം ചെയ്തു തീർക്കേണ്ട കടമകൾ, ദൈവം കൽപ്പിച്ചിട്ടുള്ള കടമകളെ ധ്യാനിക്കുകയും അതിനെ അനുസരിക്കുകയും അതിൽ കൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യേണ്ടതിന് ഈ പുതിയ ദിവസം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.